വിചിത്രമായ ധാരാളം സംഭാഷണങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിലും കേട്ടതിൽ വെച്ച് ഏറ്റവും ദാരുണവും ഞെട്ടിപ്പിക്കുന്നതുമായ ഒന്നായിരുന്നു ഇന്നലത്തേത്. ബോസ്റ്റണിൽ നിന്ന് താമസം മാറി വന്ന ഒരു മുസ്ലിം പരിചയക്കാരിയുമായി സംസാരിക്കുകയായിരുന്നു ഇന്നലെ. നമുക്കവളെ റാണ എന്ന് വിളിക്കാം. ബോസ്റ്റണിലെ ഒരു പഴയ 3 നില കെട്ടിടത്തിലാണ് അവൾ താമസിച്ചിരുന്നത്. 30 വയസ്സുള്ള വേറൊരു സ്ത്രീ, 38 വയസ്സുള്ള ഒരു പുരുഷനും 72 വയസ്സുള്ള വേറൊരു സ്ത്രീയുമാണ് അവിടുത്തെ മറ്റു താമസക്കാർ. 2ാം നിലയിലായിരുന്നു എല്ലാവർക്കും കൂടിയുള്ള പൊതുവായ അടുക്കളയും കുളിമുറിയും. 38കാരൻ കഴിഞ്ഞ 10 വർഷത്തോളമായി ട്രേഡർ ജോസ് ഗ്രോസറിയിലാണ് ജോലി ചെയ്യുന്നത്. അധികം ആരോടും അങ്ങനെ അടുക്കാത്ത പ്രകൃതം. കുട്ടിക്കാലത്തെ ചില പീഡനങ്ങളുടെ ആഘാതം കാരണം അയാൾക്ക് ആരുമായും ബന്ധം സ്ഥാപിക്കാൻ കഴിയാറില്ല. 30കാരിയായ സ്ത്രീ 2ഇടത്താണ് ജോലി ചെയ്യുന്നത്. വളരെ വൈകിയേ വീട്ടിലെത്തൂ, പലപ്പോഴും വരാറുമില്ല. 72കാരി സൂസൻ താമസിക്കുന്നത് കൂട്ടത്തിലെ ഏറ്റവും സൗകര്യമുള്ള 3ാം നിലയിലാണ്. പക്ഷേ കുളിമുറിയും അടുക്കളയും ഒക്കെ 2ാം നിലയിലാണ്. കടുത്ത സ്കോളിയോസിസ് ഉള്ളതിനാൽ സൂസന്റെ പുറം വളഞ്ഞു കൂനിയിട്ടുണ്ട്. പേശികളെല്ലാം ദുർബലമാണ്. വളരെ പ്രയാസപ്പെട്ട് ഒരു ചൂരലും കുത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് പടികൾ കയറുന്നതും ഇറങ്ങുന്നതുമൊക്കെ. സൂസന്റെ യഥാർത്ഥ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിലും ഭീകരമാണ്. അവർക്ക് മൂത്രസഞ്ചി പ്രശ്നങ്ങളുണ്ട്. ഇടയ്ക്കിടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുകൾ ബാധിക്കും. അടുത്തിടെ കടുത്ത അണുബാധ കാരണം 3 ദിവസം ആശുപത്രിയിലായിരുന്നു. ഈ ആരോഗ്യ പ്രശ്നങ്ങളും ബാത്റൂമിലേക്ക് നടന്ന് ഇറങ്ങി വരുന്നത് വരെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിനാലുമൊക്കെ ഒരു താൽക്കാലിക ചേംബർ പോട്ടാണ് ടോയ്ലറ്റായി ഉപയോഗിച്ചിരുന്നത്. ഈ പാത്രം എന്നും ടോയ്ലറ്റിൽ കൊണ്ടുവന്ന് കളയണം. കഠിനമായ സ്കോളിയോസിസും തീരെ പേശീബലവും ഇല്ലാത്ത 72 വയസ്സുള്ള ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു കയ്യിൽ ചൂരലും മറ്റൊരു കയ്യിൽ മൂത്രം നിറച്ച പാത്രവും പിടിച്ച് പടികൾ ഇറങ്ങി വരിക? എന്നും മൂത്രം എല്ലായിടത്തും പോകും. വസ്ത്രത്തിൽ, പടിയിൽ, 2ാം നിലയിൽ, ഒടുവിൽ ബാത്റൂമിലെത്തി ബാക്കിയുള്ളത് ഒഴിച്ചാലും കൃത്യമായി ക്ലോസറ്റിൽ വീഴാറില്ല. അത് ടൈലിലും ഫ്ലോർ മാറ്റിലും ഒക്കെ ആയിട്ട് ചിതറിപ്പോകും. അങ്ങനെ വീട് ആകെ മൂത്രത്തിന്റെ ദുർഗന്ധമാവാൻ തുടങ്ങി. മുൻവാതിൽ വരെ എത്തി. ഒരാൾ വീടിന്റെ വാതിൽ തുറന്നാൽ മൂത്രത്തിന്റെ അസഹനീയമായ ഗന്ധം വീശിയടിക്കും. പ്രായക്കൂടുതൽ കാരണം സൂസൻ അതിന്റെ ഒന്നും ഗന്ധം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. റാണ അവിടെ താമസിക്കുന്ന സമയത്ത് മിക്കവാറും എല്ലാ ദിവസവും ബാത്റൂം വൃത്തിയാക്കും. ആഴ്ചതോറും അലക്കുശാലയിലേക്ക് ബാത്റൂം മാറ്റുകൾ കൊണ്ടുപോകും. ഇടയ്ക്കൊക്കെ സൂസന്റെ ബെഡ്ഷീറ്റുകളും എടുക്കും. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ അസ്വസ്ഥയായി മനസ്സിൽ വന്ന ആദ്യ ചോദ്യം ഞാൻ റാണയോട് ചോദിച്ചു. സൂസന്റെ കുട്ടികളും ഭർത്താവും ഒക്കെ എവിടെയാണ്? അത് ശരിക്കും മറ്റൊരു ഭ്രാന്തൻ കഥയാണ്. നിങ്ങൾ വിശ്വസിക്കില്ല. സൂസൻ 7 വർഷത്തോളം വിവാഹിതയായിരുന്നു. കുറെ കാലം മുൻപാണത്. പിന്നീടാണ് അവരുടെ ഭർത്താവ് സ്വവർഗാനുരാഗിയാണെന്നറിഞ്ഞത്. ആ ബന്ധം വേർപെട്ടു. പിന്നീട് വിവാഹം കഴിച്ചിട്ടില്ല. അവർക്ക് കുട്ടികളും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്രയും കാലം ജീവിതത്തിൽ എന്ത് ചെയ്യുകയായിരുന്നു സൂസൻ? അവൾ പഠിച്ചു. 1ലധികം ബിരുദങ്ങൾ നേടി, ജോലി ചെയ്തു. അവളുടെ ഊർജവും ശ്രദ്ധയും പ്രൊഫഷണൽ ജീവിതത്തിൽ കേന്ദ്രീകരിച്ചു. വർഷങ്ങളോളം ബോസ്റ്റണിലെ ഒരു വലിയ ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്ത നഴ്സായിരുന്നു. പിന്നീട് മനഃശാസ്ത്രത്തിൽ PhD എടുത്തു. സ്വന്തമായി പ്രാക്ടീസ് തുടങ്ങി. ധാരാളം രസകരമായ രോഗികളെ കണ്ടു. ഇതായിരുന്നു അവരുടെ ജീവിതം. അതുവരെ അത് രസകരമായിരുന്നു. പിന്നെ പ്രായം കൂടിക്കൂടി വന്നു. അതിനനുസരിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. ആദ്യം നേരിയ സ്കോളിയോസിസ് ആയിരുന്നു. കാലക്രമേണ കൂടുതൽ വഷളായി. നന്നായി പുകവലിക്കുമായിരുന്നു സൂസൻ. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി. തുടർന്ന് UTIയും അസന്തുലിതാവസ്ഥയും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് എല്ലാം കൂടുതൽ വഷളായി. ഇപ്പോൾ ഇങ്ങനെ ഒരു കയ്യിൽ ചൂരലും മറുകൈയിൽ മൂത്രം നിറച്ച പാത്രവുമായി കൂടിക്കൂടി നടന്ന് ദേഹമാകെ മൂത്രമായി നടക്കുന്ന ഒരു ദാരുണാവസ്ഥയിൽ ജീവിക്കുന്നു. കുറച്ചു സമയം ഒന്നും മിണ്ടാനാവാതെ സ്തബ്ധയായി നിന്നു ഞാൻ. കുറച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, അവർക്കൊരു നേഴ്സ് വേണം. അവരെ പരിചരിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. അവർക്കിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. ഏതെങ്കിലും നഴ്സിംഗ് ഹോമുകളോ അസിസ്റ്റഡ് ലിവിംഗ് സെന്ററുകളോ ഒക്കെ അന്വേഷിച്ചിരുന്നു? റാണ തലയാട്ടി. അവർക്കത് ഭയമാണ്. സർക്കാർ നഴ്സിംഗ് ഹോമുകൾ നോക്കുന്നുണ്ടെന്ന് എന്നോട് പലതവണ പറഞ്ഞിരുന്നു. പക്ഷെ അവരുടെ സമീപനം സൂസനെ അസ്വസ്ഥയാക്കി. തികച്ചും പുതിയ ഒരിടത്ത് പോയി ഒരു പരിചയവുമില്ലാത്ത വാടകക്കാരുടെ പരിചരണത്തിൽ കഴിയുക പ്രയാസമാണ്. സർക്കാർ അനാഥാലയത്തിലേക്ക് സ്വയം സമർപ്പിക്കുന്നത് പോലെയാണത്. അതെ, ഗവൺമെന്റിൽ നിന്ന് പരിചരണം ലഭിക്കുന്നതിനെ സൂസൻ ഭയപ്പെടുന്നതിൽ കാര്യമുണ്ട്. തണുത്തു മരവിച്ച പേരോ മുഖമോ ഇല്ലാത്ത അധികാര കേന്ദ്രങ്ങൾക്ക് അവർ കേവലം ഒരു നമ്പറോ കോഡോ മാത്രമായിരിക്കും.
ഡേറ്റിംഗ് നടത്താൻ ആഗ്രഹമുണ്ടെന്ന് സൂസൻ ഒരിക്കൽ റാണയോട് തുറന്നു പറഞ്ഞിരുന്നു. എന്നെ പരിപാലിക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ആരാണ് എന്നെ കൊണ്ടുപോകുന്നത്? എനിക്ക് ഒരാളെ വേണമെന്ന് തോന്നാനുള്ള മുഴുവൻ കാരണവും എൻ്റെ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെയാണ്. 72-ാം വയസ്സിൽ ഡേറ്റിംഗ്. മറ്റൊരു ദിവസം സൂസൻ പറഞ്ഞു, ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ എങ്ങനെ, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അമ്പരപ്പോടെ ഞാൻ ചോദിച്ചു, സൂസൻ, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ താമസം മാറി, ഇനി ആരാണ് അവരെ സഹായിക്കാനുള്ളത്? എനിക്കറിയില്ല, റാണ സങ്കടത്തോടെ സമ്മതിച്ചു. ഞാൻ ഭക്ഷണമുണ്ടാക്കി അവരെ എന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കാറുണ്ട്. ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കും. പലപ്പോഴും അവർ മരുന്ന് കഴിക്കാൻ മറക്കും. ചിലപ്പോഴൊക്കെ ഞാൻ എടുത്തു കൊടുക്കും. മരുന്ന് തീർന്നു പോകുമ്പോൾ ഞാൻ അവ വാങ്ങിവെക്കും. ഒരു ദിവസം ഒരു സ്റ്റൂൾ സാമ്പിൾ ഡോക്ടർക്ക് മെയിൽ ചെയ്യേണ്ടതായി വന്നു. ഞാനാണത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അയച്ചത്. മറ്റാരും അവരെ അങ്ങനെ സഹായിക്കില്ല. അവരൊക്കെ നല്ലവർ തന്നെയാണ്, പക്ഷേ അവരുടേതായ ചെറിയ ലോകത്ത് കുടുങ്ങിപ്പോയവരാണ്. സൂസനെയും അവർക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ശ്രദ്ധിക്കാൻ ആരും നിൽക്കാറില്ല. അവർക്കതിന് സമയവുമില്ല. ഗന്ധവും മറ്റു പ്രശ്നങ്ങളും എന്തു ചെയ്യും? അവർക്ക് മൂത്രത്തിന്റെ ഗന്ധം പ്രശ്നമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് അവരാരും അത് വൃത്തിയാക്കാൻ ശ്രമിക്കാഞ്ഞത്? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയോ മറ്റോ ഒക്കെ ചെയ്തിരുന്നില്ലേ? ഓരോരുത്തരും അവരുടേതായ ചെറിയ പ്രപഞ്ചത്തിനകത്താണ് ജീവിക്കുന്നത്. ട്രേഡർ ജോയിലോ വാൽഗ്രീനിലോ ജോലി, ചൈനീസ് ടെക്കൗട്ട് അല്ലെങ്കിൽ ഫോണിൽ തന്നെ ഓർഡർ ചെയ്യുന്ന ഭക്ഷണം, പിന്നെ അവരുടെ ഫോൺ, നെറ്റ്ഫ്ലിക്സ്, പ്രൈം, TV സീരീസുകൾ. വാതിലടച്ച് അവരുടെ ചെറിയ മുറിയിലെ കിടക്കയിൽ തണുത്തു മരവിച്ചു കിടക്കുന്നു. അത്രയേ ഉള്ളൂ. ഒരു ഏകാന്തത, സ്വയം അടിച്ചേൽപ്പിച്ച തടവ്. സൂസനെ ശ്രദ്ധിക്കാനുള്ള സമയമോ ഊർജമോ ശ്രദ്ധയോ ആർക്കുമില്ല. മൂത്രത്തിന്റെ ഗന്ധം ഉണ്ടായാലും ഇല്ലെങ്കിലും. ഒരു രക്തബന്ധവുമില്ലാത്ത ഒരേ വീട്ടിൽ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന 4 മനുഷ്യർ, സാഹചര്യങ്ങളാൽ എടുത്തെറിയപ്പെട്ടവർ. ഓരോരുത്തരും അവരവരുടെ വ്യക്തിപരമായ ദൈനംദിന ദുരിതങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു. തീർത്തും ഒറ്റപ്പെട്ടും അവഗണിച്ചും അവഗണിക്കപ്പെട്ടും ജീവിച്ചു തീർക്കുന്നു. താൽക്കാലിക ആനന്ദം കണ്ടെത്താൻ കഴിയുന്നതെല്ലാം പിന്തുടരുന്നു. ബിയർ ക്യാനിന്റെ അടിയിലെ അവസാനത്തെ തുള്ളിയിൽ, വാരാന്ത്യങ്ങളിൽ, ക്ലബ്ബുകളിൽ, ഗെയിമുകളിൽ, ഹോളിവുഡ് സിനിമകളിൽ, ഒരു നെറ്റ്ഫ്ലിക്സ് സ്പെഷ്യൽ, അല്ലെങ്കിൽ മനസ്സിലെ മരവിപ്പിക്കുന്ന മറ്റു മരുന്നുകൾ. താൽക്കാലിക ആനന്ദം നൽകുന്ന എന്തും, യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ധാരണ മാറ്റുന്ന എന്തും, ഏകാന്തതയുടെ വേദന മങ്ങുന്ന, നിരാശയിൽ നിന്ന് കരകയറ്റുന്ന എന്തും, ശൂന്യതക്ക് താൽക്കാലിക അർത്ഥം നൽകുന്ന എന്തും. 70കളിൽ ജീവിക്കുന്ന ഒരു വൃദ്ധ തിരിച്ചു നടക്കാൻ കഴിയാത്ത വിധം വൈകിപ്പോയ, കുടുംബമോ ഭർത്താവോ കുട്ടികളോ ഒന്നും കൂടെയില്ലാതെ ഒരു വാടക വീട്ടിൽ മുഴുവൻ മൂത്രം ഒഴിച്ചുകൊണ്ട് തികച്ചും അപരിചിതരായ ആളുകളോടൊപ്പം അവളുടെ വേദനകളോടെ ദയയുള്ള ഒരു അപരിചിതയുടെ സഹായത്തെ ആശ്രയിക്കാൻ നിർബന്ധിതയായി ജീവിക്കുന്നു. അവരുടെ ദീർഘകാല നഴ്സിംഗ് കരിയറോ PhDയോ ഒന്നും വാർദ്ധക്യത്തിന്റെ നിരാശയിൽ അവർക്ക് ഉപകാരപ്പെടുന്നില്ല. എത്ര ഹൃദയഭേദകമാണിത്! ഇതാണ് ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന ആധുനികത, പുരോഗമനം, സ്വാതന്ത്ര്യം, ശാക്തീകരണം എന്നൊക്കെ പറയുന്നത്. വിവാഹവും കുടുംബവും കുട്ടികളും ഒക്കെ പ്രതിബന്ധമാണെന്ന് വിശ്വസിപ്പിച്ചവർ, അതിൽ നിന്നുള്ള മോചനം സ്വാതന്ത്ര്യമാണെന്ന് വിശ്വസിപ്പിച്ചവർ, കരിയറിന് വേണ്ടി അബോർഷൻ ചെയ്യുന്നത് അവകാശമാണെന്ന് വിശ്വസിപ്പിച്ചവർ. പണത്തിനു വേണ്ടി മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ എന്ത് പുരോഗമനമാണ് അതിലുള്ളത്? സ്വതന്ത്ര ലൈംഗികതയും ലിംഗമാറ്റവും സ്വവർഗരതിയും ഒക്കെ അവകാശമാണെന്ന് പഠിപ്പിച്ചവർ. വിമോചനത്തിന്റെ ഫലമായി അമേരിക്കയിൽ വിവാഹം കഴിക്കുന്നവരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. 1000 ആളുകളിൽ വെറും 6.1 പേർ മാത്രമാണ് വിവാഹം കഴിക്കുന്നത്. അതിൽ തന്നെ 50% വിവാഹമോചനത്തിൽ കലാശിക്കുന്നു. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 1/3 പേരും സിംഗിൾ പാരന്റ് ആണ്. ഏകദേശം 19 മില്യൺ കുട്ടികൾ. പലർക്കും സ്വന്തം അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല. വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങളിൽ ഉണ്ടായതാണ് അധികവും. സ്വന്തം തന്ത ആരാണെന്ന് അറിയാനുള്ള അവകാശം മനുഷ്യാവകാശത്തിന്റെ പരിധിയിൽ വരില്ലായിരിക്കും. ആ കുട്ടികളുടെ ദുരന്തങ്ങൾ വേറെ തന്നെ പറയണം. എന്നിട്ട് എന്താണ് ഇതുകൊണ്ടൊക്കെ നേടുന്നത്? ആരോഗ്യവും സമയവും മുഴുവൻ ഏതെങ്കിലും മുതലാളിക്ക് വേണ്ടി ചിലവഴിക്കും. എന്നിട്ട് അവർക്കുണ്ടാക്കി കൊടുക്കുന്ന ലാഭത്തിൽ നിന്ന് ഒരു ചെറിയ ശതമാനം ശമ്പളമായി തരും.
കിട്ടുന്നത് ഇപ്പുറത്ത് കൊടുത്ത് അതേ മുതലാളിമാർ മാർക്കറ്റ് ചെയ്ത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സന്തോഷവും ആനന്ദവും വാങ്ങും. ആരോഗ്യവും ആയുസ്സുമൊക്കെ നശിക്കുമ്പോൾ ഏതെങ്കിലും നഴ്സിംഗ് ഹോമിൽ എരിഞ്ഞടങ്ങും. ഇങ്ങനെ ഏകാന്ത മരണം വരിച്ച് ദിവസങ്ങളോളം ആഴ്ചകളോളം പുഴുവരിച്ച് കിടക്കുന്ന മൃതദേഹങ്ങൾ ക്ലീൻ ചെയ്യുന്നതും പുതിയ ബിസിനസ് സംരംഭങ്ങളാണ് പല വികസിത രാജ്യങ്ങളിലും. ഇങ്ങനെ പുരുഷനെയും സ്ത്രീയെയും പരസ്പരം മത്സരിക്കുന്ന ശത്രുക്കളാക്കി സാമൂഹിക നൂൽബന്ധങ്ങളെ അറുത്തുമാറ്റി എല്ലാ സംഘടിത വിലപേശൽ ശേഷിയും ഊറ്റിക്കളഞ്ഞ ശേഷം മനുഷ്യനെ ഒരു ഒറ്റത്തടി പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന ലിബറൽ ലോക വീക്ഷണം മനുഷ്യരാശിയുടെ ദുരന്തമാണത്. എനിക്ക് കരയാൻ തോന്നി. അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീഴാൻ ആഗ്രഹിച്ചു. ഇന്നലെ രാത്രി സമാനതകളില്ലാത്ത മറ്റൊരു ദുരന്തം ഞാൻ കേട്ടിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി 1000 തവണ. ഇസ്ലാം നൽകിയതിന്, മുസ്ലിമായി ജീവിക്കാൻ കഴിഞ്ഞതിൽ. ദീനിൽ കെട്ടിപ്പടുത്ത അനുഗ്രഹങ്ങളുടെ ഒരു നീണ്ട പട്ടിക എൻ്റെ മനസ്സിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. കാലാതീതമായ ജ്ഞാനങ്ങളാണ് പാവപ്പെട്ട സൂസന്റെ വിധിയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ സഹായിക്കുന്ന കൃത്യമായ സംവിധാനങ്ങൾ. നമുക്ക് എന്താണ് വേണ്ടതെന്നും ഏതാണ് നല്ലതെന്നും സൃഷ്ടിയുടെ അകവും പുറവും അറിയുന്ന സ്രഷ്ടാവിനേക്കാൾ നന്നായി മറ്റാർക്കാണ് പറയാൻ കഴിയുക? ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ പ്രവാചകനെ നാം അയച്ചിട്ടില്ല. ഖുർആൻ 21-ാം അധ്യായം 107-ാം വചനം.